ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥർ ആരായിരിക്കും? അതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ആശിഷ് നേഗി നൽകിയിരുന്നു. ലുലു ഗ്രൂപ്പ്, അതുപോലെ തന്നെ കാലിക്കറ്റ് FC ഉടമസ്ഥർ, അതുപോലെ തന്നെ മറ്റു SLK ടീമുകളുടെ ഉടമസ്ഥർ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നായിരുന്നു ആശിഷ് നേഗി പറഞ്ഞിരുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ മാർക്കസ് മെർഗുലാവോ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലുലു ഗ്രൂപ്പിന്റെ കാര്യത്തിൽ താൻ ഒന്നും കേട്ടിട്ടില്ല, മറിച്ച് കാലിക്കറ്റ് FC ഉടമസ്ഥർ കേരള ബ്ലാസ്റ്റേഴ്സിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ IFT ന്യൂസ് മീഡിയ നൽകിയിട്ടുണ്ട്. അതായത് IBS സോഫ്റ്റ്വെയർ കമ്പനി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് FC ഉടമസ്ഥരാണ് IBS സോഫ്റ്റ്വെയർ കമ്പനി. അവർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റുമായി ചർച്ച നടത്തുകയാണ്. അടുത്ത ആഴ്ച IBS സോഫ്റ്റ്വെയർ കമ്പനി അധികൃതരും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കും എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ ഡീൽ നടക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥർ ക്ലബിന്റെ മൂല്യം കുറക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വലിയ ഒരു തുകയൊന്നും ആവശ്യപ്പെട്ടേക്കില്ല, തുക കുറക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥർ ഇപ്പോൾ തയ്യാറാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഉടമസ്ഥരായിക്കൊണ്ട് IBS സോഫ്റ്റ്വെയർ കമ്പനി വരാൻ സാധ്യതയുണ്ട്. കാലിക്കറ്റ് FC ഉടമസ്ഥരായിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തികൾ കൂടിയാണ് IBS സോഫ്റ്റ്വെയർ കമ്പനി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.